ചരിത്രത്തിൽ ചില രാജാക്കന്മാർ അവരുടെ വിജയങ്ങൾ കൊണ്ട് പ്രശസ്തരായിട്ടുണ്ട്, മറ്റു ചിലർ അവരുടെ സാമ്രാജ്യം കൊണ്ട്. എന്നാൽ തന്റെ ശരീരത്തെ തന്നെ കാർന്നു തിന്നുകൊണ്ടിരുന്ന രോഗത്തെ നേരിട്ടുകൊണ്ട് യുദ്ധഭൂമിയിലിറങ്ങി ധൈര്യം കാണിച്ചു പ്രശസ്തനായ ഒരു രാജാവുണ്ടായിരുന്നു, ബാൽഡ്വിൻ ഓഫ് ജെറുസലേം. ചരിത്രം ദി ലെപ്പർ കിങ് എന്ന് വിളിച്ച അത്ഭുത മനുഷ്യൻ. ജെറുസലേമിലെ രാജാവായ അമൽറിക് ഒന്നാമന്റെ മകനായി 1161 ബാൽഡ്വിൻ ജനിക്കുന്നത്. ചെറുപ്പം തൊട്ട് തന്നെ കുഷ്ഠരോഗം അവനെ പിടിമുറുക്കിയിരുന്നു. അന്ന് കുഷ്ഠരോഗം എന്നത് ഒരു മാറാരോഗമായിരുന്നു. മരണം മാത്രമേ അതിനു മുൻപിലുണ്ടായിരുന്നുള്ളൂ, ഒപ്പം സമൂഹത്തിൽ നിന്നുള്ള ഒറ്റപ്പെടലും. എന്നാൽ ബാൽഡ്വിന്റെ വിധി മറ്റൊന്നായിരുന്നു. തന്റെ പിതാവിന്റെ മരണാനന്തരം 13-ാം വയസ്സിൽ അദ്ദേഹം ജെറുസലേമിന്റെ രാജാവായി. രോഗത്തെ തന്റെ ഉള്ളിലൊതുക്കി രാജ്യത്തിനായി നിലകൊണ്ടു. എങ്കിലും ഇങ്ങനെ രോഗിയായ രാജാവ് എങ്ങനെ ഭരണം മുൻപോട്ട് കൊണ്ടുപോകുമെന്ന് എല്ലാവരും ആശങ്കിച്ചു. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയി. ബാൽഡ്വിന് 16 വയസ്സുള്ളപ്പോൾ മുസ്ലിം സൈന്യത്തെ ഒന്നിപ്പിച്ച സലാഹുദ്ദീൻ എന്ന യോദ്ധാവ് ജെറുസലേമിനെ കീഴടക്കാനെത്തി. ഒരു വശത്ത് ശക്തമായ സാമ്രാജ്യം, മറ്റൊരു വശത്ത് ശരീരം തളർന്നു പോകുന്ന ഒരു യുവരാജാവ്. തോൽവി തങ്ങളുടെ ഭാഗത്തായിരിക്കുമെന്ന് ജെറുസലേമിലെ ജനങ്ങൾ പോലും മനസ്സിൽ കരുതി. എന്നാൽ ബാൽഡ്വിന്റെ സൈനിക തന്ത്രങ്ങളെ മറികടന്ന് ജെറുസലേം സ്വന്തമാക്കാൻ സലാഹുദ്ദീന് സാധിച്ചില്ല. ഒടുവിൽ അദ്ദേഹം തോറ്റുമടങ്ങി. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. രാജാവിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആരോഗ്യം കൂടുതൽ ക്ഷയിച്ചു തുടങ്ങി. പിന്നീട് മുഖംമൂടി ധരിച്ചായിരുന്നു അദ്ദേഹം തന്റെ പ്രജകൾക്കു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഒന്ന് കുതിരപ്പുറത്ത് കയറാൻ പോലും കഴിയാത്ത രാജാവിനെ കെട്ടിയിരുത്തിയായിരുന്നു യാത്രകൾ പോലും ചെയ്തിരുന്നത്. തന്റെ രാജ്യത്തിനായി അദ്ദേഹം രോഗത്തെ പോലും മറന്നു പ്രവർത്തിച്ചു. എന്നാൽ ഒടുവിൽ തന്റെ 24-ാം വയസ്സിൽ രോഗം അദ്ദേഹത്തിന്റെ ജീവനെടുത്തു. ബാൽഡ്വിന്റെ മരണാനന്തരം ജെറുസലേം സലാഹുദ്ദീൻ കീഴടക്കി. തന്റെ രോഗത്തെ മറികടന്ന് പോരാടിയ ബാൽഡ്വിൻ ചരിത്രത്തിലെ ഏറ്റവും ശക്തനായ രാജാവായി അറിയപ്പെടുന്നു.